പിന്നാലെ ഇന്ത്യൻ ടീം നാട്ടിലെത്തി. ഡൽഹി വിമാനത്താവളത്തിൽ വമ്പൻ സ്വീകരണമൊരുക്കി BCCIയും ആരാധകരും. പ്രധാനമന്ത്രിക്കൊപ്പം പ്രഭാത ഭക്ഷണം. വൈകിട്ട് മുംബൈ വാങ്കഡയിൽ റോഡ് ഷോ. സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം. കോഴിക്കോട് ചികിത്സയിലായിരുന്ന 14-കാരൻ മരിച്ചു. മരിച്ചത് ഫറൂഖ് സ്വദേശി മൃദുൽ. 2 മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരത്താൽ മരിച്ച കുട്ടികളുടെ എണ്ണം 3 ആയി. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം ഉയരുമ്പോഴും കണക്കുകൾ പുറത്തുവിടാതെ സർക്കാർ. ജൂലൈ 1 മുതലുള്ള പകർച്ചവ്യാധി വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കണക്കുകൾ ഒടുവിലായി പ്രസിദ്ധീകരിച്ചത് ജൂൺ 30-ന്. നിയമസഭാ സമ്മേളനം ഇന്നും തുടരും. കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിൽ MLA-മാർക്കെതിരെ കേസെടുത്തത് സഭയിൽ ഉന്നയിച്ചേക്കും. പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കാൻ സാധ്യത. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് ദേശീയപാത വികസനത്തിനായി ഒഴിപ്പിക്കപ്പെട്ട കച്ചവടക്കാർ ദുരിതത്തിൽ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന് പരാതി. പ്രതിസന്ധിയിലായത് സ്ഥലവും വ്യാപാര സ്ഥാപനവും നഷ്ടപ്പെട്ട നിരവധി കച്ചവടക്കാർ. നമ്മൾ ആദ്യം